ഇപ്പോൾ സമയം രാത്രി 1:22. ഈ പാത്രത്തിൽ എന്താണ് സുജി എന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. കാലം സർജറിക്ക് കഴിഞ്ഞിട്ട് കുറേ നാൾക്ക് ശേഷം ഒരു മലയാള സിനിമ കാണാൻ പോയി വന്നിട്ട് അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളൊരു മൂവി അത് കാണാൻ പോയി വന്നിട്ട് ഒരു ആത്മസംതൃപ്തിയിലാണ് ഞാനിപ്പം. ഞാനങ്ങനെ സിനിമ കാണാൻ പോയിട്ട് വന്നിട്ട് ഒന്നും പറയുന്ന ആളൊന്നുമല്ല. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞു ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്ത് കാണാൻ പോയിട്ട് മൂവിയായിരുന്നു. എനിക്കൊന്നും അറിയില്ല പറയാനായിട്ട്. നല്ല ഫിലിമായിരുന്നു, നല്ല സോങ്സ് ആയിരുന്നു കേട്ടോ. ഒന്നും മാത്രം പറയാൻ അറിയുന്ന ഒരാളാണ്, കൂടുതലൊന്നും പറയാൻ അറിയില്ല. അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താ അറിയില്ല, നല്ല ഇടിവിട്ട് മഴയൊക്കെയാണ് ഇപ്പം. ആ മഴയത്താണ് ഞങ്ങൾ പോയി വന്നത്. ഈ പോസ്റ്റൽ കണ്ട സമയം തൊട്ടേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ സിനിമ റിലീസ് ആവുന്ന സമയത്ത് എന്തായാലും പോയിട്ട് കാണുന്നു. കാരണം എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ആ കൊണ്ടോരം പഴയ സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും ഇങ്ങനെ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഒരു സിനിമ കാണാൻ പോവുക. പിന്നെ ഫാമിലി വിക്കൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഫാമിലി ലവബിൾ ഒരു അങ്ങനത്തെ ഒരു സ്റ്റോറിയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ സിനിമ കണ്ടുപിടിക്കുന്ന സമയത്താണ് ഇതിങ്ങനെ വേറെ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവാം. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംബാസഡർ കാറും അതുപോലെ തന്നെ ഷൺമുഖം ബെൻസിങ്ങളുടെയും മക്കളും എന്തിനു പറയണം, അവിടുത്തെ 2 പട്ടിക്കുട്ടികൾ വരെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സ്ഥാനം പിടിക്കുന്നവരാണ്. കാരണം അത്ര നന്നായിട്ട് തന്നെ അവരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാഫിക്സ് ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര രസമായിട്ടുണ്ട്. മണിയമ്പള്ളി രാജ് സാറും ഇവർ ലാലേട്ടൻ്റെ ശോഭന മാമുള്ള സീൻസൊക്കെ നമ്മൾ മിന്നാര ഫീലിങ്ങിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സീനേറ്റിൻ്റെ കുറേ ഇമോഷണലി സീൻസൊക്കെ നമ്മൾ കണ്ണു നിറയ്ക്കെങ്കിലും ലാലേട്ടൻ്റെ ആ ഭാവങ്ങളുണ്ടല്ലോ, ആ ലാൽഭാവങ്ങൾ അത് ശരിക്ക്, അതായത് ചില തമാശകൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു തമാശ, പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ അത് പറയുന്ന ഒരു സീൻസൊക്കെ ഇല്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ തമാശയും ചിരിയും കുസൃതിയും കുറുമ്പും എല്ലാം ആ സംവിധായകനെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണോ നമ്മൾ ലാലേട്ടനെ ആഗ്രഹിക്കുന്നത് അത് ലാലേട്ടൻ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അത് ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമയിൽ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു പടം തരുമ്പോൾ അതിനെ അത്രയും ഹൃദയസ്പർശിയായിട്ട് നമ്മൾ സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, അവർക്ക് അത്രയും മനസ്സ് നിറയുന്നൊരു കാര്യമല്ലേ. ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചിത്രം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ലാലേട്ടനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ലാലേട്ടൻ ഫാൻസിന് പോലും ചങ്കിടിപ്പായിട്ട് കാത്തിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഏട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫീലിങ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്ക് എത്ര ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. പേര് എന്താണ് എന്നറിയാതെ അല്ലെങ്കിൽ ആരാണെന്നറിയാതെ ഞാൻ ആളെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ഒരു വില്ലൻ കഥാപാത്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇദ്ദേഹം നമുക്ക് മനസ്സിലാക്കുന്നു. ഇദ്ദേഹം ആരാന്നറിയാം സമാധാനം ഉണ്ടായില്ല. ഞാൻ വീട്ടിൽ വന്ന വഴിക്ക് തന്നെ യൂട്യൂബ് എടുത്തിട്ട് ഇത് ആരാണെന്ന് നോക്കിയായിരുന്നു. ധർമ്മ എന്നാണ് പേരെന്ന് മനസ്സിലായി. എന്തായാലും തകർപ്പ് എന്ന് പറഞ്ഞാൽ തകർപ്പ്. ഒരു വില്ലൻ ഒരു സെക്കൻഡ് ഹാഫൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിനോട് അങ്ങേറ്റം തോന്നുന്നൊരു വെറുപ്പുണ്ട്. നമുക്ക് രണ്ട് കൊടുക്കാനൊക്കെ തോന്നുന്ന ഒരു വെറുപ്പ്, അത്രയും നമുക്ക് ആ വെറുപ്പാണ് അദ്ദേഹത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആ ഫിലിം കഴിഞ്ഞ് ഇറങ്ങിയാലും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവുക. അത്രയും ഒരു വില്ലൻ കഥാപാത്രം എങ്ങനെയായിരിക്കണം, അതിൻ്റെ മാനസങ്ങൾ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഡയലോഗ്സ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ആ നോട്ടായിക്കോട്ടെ, എല്ലാതും ഒരു ജോർജ് സാർ തന്നെ പറയുന്നുണ്ട്. ഇത് ജോർജ് സാറിൻ്റെ കഥയാടാന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സിനിമയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കഥാപാത്രം. ഒരു വില്ലൻ കഥാപാത്രം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ഥാനം പിടിക്കാമെന്ന് നമ്മളെല്ലാവരും ആലോചിക്കും. പക്ഷെ അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇനി നാളെ ഒരു സിനിമ ചെയ്തില്ലെങ്കിൽ കൂടി എന്ന് ഓർക്കാണ്ടൊരു കഥാപാത്രം എന്ന് പറയുന്നത് അത് ഇതാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയുന്ന ഒരാൾ തന്നെയാണ്. ഇതിലും കുറേ സീൻസ് ഉണ്ട്, നമുക്കറിയാൻ തോന്നുന്ന കുറേ സീൻസ് ഉണ്ട്, കരയൊക്കെ തന്നെ ചെയ്യും. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആത്മാഭിമാനം തോന്നിയ കുറേ നിമിഷങ്ങളുണ്ട്. കാരണം ഈ ഒരു സിനിമ, ഇതിലെ കഥാപാത്രം നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മലയാള സിനിമ നമ്മുടെ കൈകളിൽ വെച്ചായ ഈ തിരക്കഥ നമുക്ക് സമ്മാനിച്ച കൊടുങ്ങല്ലിക്കാരൻ സുനിൽ സാർ, തിരക്കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു തൂലികയിൽ വിരിഞ്ഞ ഈ വരികളിലൂടെ എത്ര മനോഹരമായിരുന്നല്ലോ ഓരോ കഥാപാത്രങ്ങളും. അവരുടെ ഭാഗം എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് നൽകുന്നത്. അവരെല്ലാവരും നമ്മുടെ മനസ്സിൽ തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ ഒരു കാരണം ആ ഒരു ചരിത്ര സിനിമയുടെ ഭാഗമായ
ആ ഒരു തിരക്കഥ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇതിൽ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി ഇതുപോലെയുള്ള നല്ല ഫിലിമുകൾ ഈ നമ്മുടെ മലയാളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി അവസരം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുജു. അപ്പോൾ നല്ല മഴയുണ്ട്, ഇടിവെട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വന്ന് നല്ലൊരു മൂവി ആത്മസമൃദ്ധിയോടെ കണ്ടു വന്നതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കുക. അത്രയും ഭംഗിയിൽ കാണുകയും നമുക്ക് തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും അറിയാം, പക്ഷെ എന്നാലും നല്ല പടാട്ടാണ്, പോയി കാണും. നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് കാണാൻ കൊതിച്ച് കാത്തിരുന്ന നമ്മുടെ ആ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു തന്നത് പ്രിയപ്പെട്ട ഡയറക്ടർ സാർ തരുൺ മൂർത്തി സാർ. അങ്ങേക്കിൻ്റെ ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല.